പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വേദിയിലിരിക്കുന്ന ഡിഗ്നിറ്ററീസ്, അധികമൊന്നും ഞാൻ പറയുന്നില്ല. ഈ വേദിയിൽ അധികം സമയമില്ല. ഒരു ക്ലാസ്സിൽ എന്നാലും ഒരു ഫ്യൂ മിനിറ്റ്സ് മാത്രം ഞാൻ പഠിക്കുന്നു. ഞാൻ ഏറ്റവും വികാരം നിർഭരനാണ് പല കാരണങ്ങൾക്കും. MS അബ്ദുൽ ഖാദർ സാഹിബ് ഞാനും ഒന്നിച്ച് വർക്ക് ചെയ്തു. അദ്ദേഹം എൻ്റെ ഡിപ്പാർട്ട്മെന്റിലാണ്. അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻസ് കൂടാതെ MEAയുമായിട്ടുള്ള കണക്ഷനും പിന്നെ എൻവയോൺമെന്റ് കമ്മിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇതിലുള്ള സംഗതികളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഏരിയയിൽ ഏറ്റവും വികാരപ്രബലനായിട്ടാണ്. അബ്ദുൽ ഖാദർ സാർ, ഞാൻ 1966 ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ 96 റിട്ടയർ ചെയ്തു. അബ്ദുൽ ഖാദർ സാറായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ. അദ്ദേഹം എന്റെ ലെക്ചറായിരിക്കുമ്പോൾ എന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി അവിടുത്തെ പ്രിൻസിപ്പളിനായിട്ട് പരിചയപ്പെടുത്തി. പിന്നെ അബ്ദുൽ ഖാദർ സാർ ഉണ്ടായിരുന്നു, മമ്മൂട്ടി സാർ ഉണ്ടായിരുന്നു, വീരാൻകുട്ടി സാർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ബന്ധം കൂടാണ്ട് എന്റെ നാട്ടിലേക്ക് വരികയും കൊല്ലാനിയിലേക്ക് വരികയും അവിടെ ഫാദർ എന്നൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ മൂപ്പരെ കണ്ട് അതിന്റെ കോൺട്രിബ്യൂഷൻസും മറ്റുള്ള MEAന്റെ കണക്ഷൻസ് ആയിട്ടുള്ള സംഗതികളൊക്കെ ആലോചിക്കുമ്പോൾ പേഴ്സണൽ റിലേഷൻ അബ്ദുൽ ഖാദർ സാർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ആയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ സംഗതികളിലും ഞങ്ങൾക്ക് അഡ്വൈസറുകളും വളരെ നല്ലൊരു ഗൈഡൻസുമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ അബ്ദുൽ ഖാദർ സാറിനെ ആലോചിക്കുമ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിർബന്ധനാണ്. പിന്നെ MEA ആദ്യകാലത്ത് ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങുന്ന സമയമാണ് 1962-66 ഞാൻ തുടങ്ങുന്ന സമയമാണ്. കൺസ്ട്രക്ഷന്റെ ഇപ്പോൾ ഉള്ള വലിയ കൺസ്ട്രക്ഷൻ അല്ല, ചെറിയ സിമ്പിൾ കൺസ്ട്രക്ഷൻ ഒക്കെ ഒന്നിച്ച് അബ്ദുൽ ഖാദർ സാറുമായി എന്നിട്ട് മമ്മൂട്ടി സാർ ഞങ്ങളൊക്കെ പിരിവിന് പോകലും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ MEAയുമായുള്ള കണക്ഷനൊക്കെ വളരെ ഭയങ്കരമാണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ സന്ദർഭം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇത് അബ്ദുൽ ഖാദർ സാറ് ഞാനും അടുത്തടുത്ത ക്വാർട്ടേഴ്സിലായി താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ജവാദും അവർക്ക് കുട്ടികളായിരുന്നു. ജവാദ്, കനിയപ്പൻ എന്ന് പറഞ്ഞ സജീവ്, റജീന, അവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പേഴ്സണലായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ബന്ധം സൃഷ്ടിച്ചു. അങ്ങനെ ആ അബ്ദുൽ ഖാദർ സാറിന്റെ ഫാമിലി ഇത്രയും ഒരു എൻവയോൺമെന്റ് കൊടുത്തതിൽ അത് ഏറ്റവും നല്ല ഒരു ധർമ്മപരമായ സംഗതിയാണ്. അത് അർഹരായ കുട്ടികൾക്ക് കിട്ടുന്നതിന്റെ പ്രോസസ്സിങ്ങും മറ്റുള്ള ഇവാലുവേഷൻ മെത്തേഡൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ളതാണ് വളരെ ധർമ്മപരമായ ഒരു സംഗതിയാണ്. എൻകറേജ്മെന്റ് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ജവാദ് ഒക്കെ അതിന്റെ ലീഡർഷിപ്പ് ഒക്കെ ഉള്ളത് വലിയ സംഗതി. ഫാമിലിക്ക് തന്നെ അങ്ങേറ്റം പ്രശംസ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ സാർ വാസ് മൈ ക്ലോസ്. ഞാൻ മൂപ്പര് ഇവിടുന്ന് 1996 ഞാൻ റിട്ടയർ ചെയ്ത്. ഞങ്ങൾക്ക് 9 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്ത്. മൂപ്പര് 92 റിട്ടയർ ചെയ്തു. ഇവിടുന്ന് അതിന് മുമ്പ് തന്നെ മൂപ്പര് ഇവിടെ ജോയിന്റ് ഡയറക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഇവിടുന്ന് പോയി. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓൾഡ് മെമ്മറീസ്. സോ wish all the best to this endowment committee. Thank you very much. ഇതര സമുദായ സഹോദരങ്ങൾക്ക് നമസ്കാരം. വേദിയിലും സദസ്സിലുമൊക്കെ സന്നിധരായിട്ടുള്ള മഹരത്തിന് ഒരു വലിയ പ്രഭാഷണത്തിലേക്കൊന്നും പറ്റിയ ടൈമല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. വളരെ ദൂരത്തു നിന്നാണ്, ചെട്ടിയങ്ങാടി പള്ളിയിൽ ഇമാമാണെങ്കിലും വളരെ ദൂരം, ഇടുക്കിയിൽ നിന്നാണ് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത്രയപ്പോൾ എത്തിയത്, നാട്ടിലായിരുന്നില്ല. നമ്മുടെ MS അബ്ദുൽ ഖാദർ സാറിനെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു നാമധേയത്തിൽ നടത്തുന്ന സ്കോളർഷിപ്പ് അവാർഡ് ദാനത്തിന്
അപ്പൊ നിങ്ങളോടൊപ്പം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങളിൽ നിന്നും പരിചയപ്പെടുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് 1970 അന്നൊന്നും ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ. താടിയൊക്കെ ഇങ്ങനെ നരച്ചിട്ടുള്ള പ്രായം വലിയ കാര്യമായിട്ടില്ല. അത് 1970-80 കാലഘട്ടത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് ഇവിടെ 80 കാലഘട്ടം. സാറ് അതിനുശേഷം 2-3 വർഷം തിരുവനന്തപുരത്ത് പോയി റിട്ടയർഡായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരിചയപ്പെടാത്ത, അതായത് തൃശ്ശൂർക്കാർക്ക് അത്ര പരിചയമില്ലാത്ത ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം, ഞാനത് 10 വർഷ കാലഘട്ടം ചങ്ങനാശ്ശേരി ഇസ്ലാമിക് അറബിക് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അധ്യാപകൻ എന്നതിനപ്പുറം ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞങ്ങളോട് വാത്സല്യം കാണിച്ച് ഞങ്ങളുടെ വളർച്ചയിൽ വലിയ ജാഗ്രത കാണിച്ച വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് അബ്ദുൽ ഖാദർ സാർ എന്ന് പറയും. അദ്ദേഹത്തെ ഒരിക്കലും ഫലാഹിയ അറബി കോളേജിൽ നിന്നും പഠിച്ച കുട്ടികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇവിടുന്നൊക്കെ റിട്ടയർഡായി സ്വസ്ഥമായി ഇരുന്ന് വിശ്രമിക്കേണ്ട സമയത്ത് ഇവിടുന്നതിനേക്കാൾ കൂടുതൽ, ഇവിടുന്ന് എത്രയോ അധ്വാനം നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ 10 മടങ്ങ് അധ്വാനം അദ്ദേഹത്തിന്റെ ആ ചുരുങ്ങിയ കാലഘട്ടം ചങ്ങനാശ്ശേരിയിൽ ഉണ്ടാക്കി. ഫലാഹി അറബി കോളേജിൽ നിന്ന് 100 കണക്കിന് കഴിവുറ്റ പണ്ഡിതന്മാർ, അതായത് കേരളത്തിലെ പ്രഗത്ഭമായ മാടായിപ്പള്ളി അടക്കമുള്ള, ചേരമാൻപള്ളി അടക്കമുള്ള, അങ്ങനെ കേരളത്തിലെ പ്രബലമായ വലിയ പള്ളികളിലൊക്കെ നല്ല കരുത്തരായ ഇമാമിങ്ങളെ സംഭാവന ചെയ്ത ഫലാഹിയ അറബി കോളേജിന്റെ ഒരു നാഴികക്കല്ലാണ് സാറെന്ന് പറയുന്നത്. സാറിന് നിങ്ങൾക്ക് വലിയ ആളെ കണ്ടാലൊന്നുമില്ല, ജവാബ് സാറിനടുത്തോളം പോലും ഇല്ല അല്ലെ. ഒരു ചെറിയ പള്ളിയിട്ട് കെട്ടുന്ന ചെറിയൊരു ചെരുപ്പ്, വലിയ ആഡംബരക്കാരനൊന്നും അല്ല അദ്ദേഹം. അറിയാവുന്ന ആളുകൾ കുറച്ചുണ്ടാവും. ചെറിയ കൊച്ചു മനുഷ്യനാണ്. തലയിലൊരു ടൗലൊക്കെ കെട്ടി, മഴയുണ്ടെങ്കിലും മഴയില്ലെങ്കിലും കയ്യിൽ ചെറിയ കുടയുണ്ടാവും. രാത്രിയും പകലും കൂടപ്പുറപ്പെടും ഒരു കുടയൊക്കെ പിടിച്ച് നേരത്തെ ഞങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ മുമ്പിൽ വന്നിരിക്കും. ആ പള്ളിയും ആ വണ്ടി കിടക്കുന്ന അത്ര സ്ഥലം റോഡിനപ്പുറം ഇപ്പുറയാണ് ഫലാഹി അറബി കോളേജും സാറിന്റെ വീടും ജവാദ് സാറിന്റെ വീടും ഇപ്പോൾ ഉള്ളത്. 100 കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നാടിലെ നന്മ, അതായത് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഒരു ഇസ്ലാമിക അന്തരീക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട MS അബ്ദുൽ ഖാദർ സാറിനെ പോലെയുള്ള 10-30ഓളം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ കീഴിൽ ബൃഹത്തായ ഒരു സംരംഭം തന്നെ അദ്ദേഹത്തിന്റെ വിശ്രമ കാലഘട്ടത്തിൽ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ പടുത്തുയർത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഓർഫനേജ് ഗേൾസിൽ, അതായത് അനാഥരായ പെൺകുട്ടികൾ, ഇപ്പോഴും 35-40ഓളം പെൺകുട്ടികളെ അവിടെ നിന്ന് വരന്മാരെ കണ്ടെത്തി അവിടെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ച്, മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ച് അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചയച്ച 30-40ഓളം കുട്ടികൾ അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാർ. യാതൊരു ലാഭവും ഇല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പൊസിഷനിലും ഏത് ശമ്പളത്തിനും ആളുകൾ കൊണ്ടുപോയി ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്താൻ എന്തുകൊണ്ടും 101% യോഗ്യതയുള്ള വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഞങ്ങൾ കിടക്കുന്ന റൂമിന് പുറത്തുള്ള ഹാളിൽ, ക്ലാസ് റൂമിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതിന് മുമ്പേ സാറ് വന്നിരിക്കും. അത്ര ആത്മാർത്ഥ. 1 രൂപ പോലും, ഒരു നയാ പൈസ പോലും, ഒരു കാലിച്ചായ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയില്ലേ, അതിന്റെ പോലും പ്രതിഫലം ഇച്ഛിക്കാതെ, ആഗ്രഹിക്കാതെ, സമുദായത്തിന് പണ്ഡിതന്മാർ ഇറങ്ങുമ്പോൾ കഴിവുറ്റവരാവട്ടെ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവര് ഉറുദുവും ഇംഗ്ലീഷും പല ഭാഷകളുണ്ട്. അദ്ദേഹം തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അനന്തരാവകാശം അദ്ദേഹം എഴുതിയ മലയാളത്തിലെ ഗ്രന്ഥം നമ്മൾ വായിച്ച് അത്ഭുതപ്പെട്ടു പോകും. അതായത് 15-20 വർഷം ദറസിൽ രാപകല് കടന്ന് പഠിച്ചാൽ കിട്ടാത്ത വിവരം ബഹുമാനപ്പെട്ട MS അബ്ദുൽ ഖാദർ സാറിന്റെ നമ്മുടെ അനന്തരാവകാശം, ആ പുസ്തകം വായിച്ചവർക്കറിയാം. എന്തായാലും അദ്ദേഹം എഴുതിയ 6-7 പുസ്തകങ്ങൾ മേശപ്പുറത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. നമ്മൾ അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും.
പക്ഷെ ഇത്തരത്തിലുള്ള വലിയ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ വലിയ ജാഗ്രതയായിരുന്നു. അദ്ദേഹത്തിന് പഠിപ്പിക്കുന്ന കുട്ടികളോട് വലിയ ജാഗ്രത. ഒരിക്കല് അദ്ദേഹത്തോട് ഒരു സുറിയാനി ഭാഷയുടെ അർത്ഥം ഒരു കുട്ടി, എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു, സുറിയാനി ഭാഷയുടെ ഒരു വാക്കിന് അർത്ഥം ചോദിച്ചപ്പോ അദ്ദേഹം അത് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോ ഒരു ബൈബിളും കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടാ വരുന്നത്. പിന്നെ വന്നിട്ട് ആ കുട്ടിയെ ഞങ്ങളെ വിളിച്ചിട്ട് ബൈബിള് തുറന്നിട്ട്, പഴയ നിയമം തുറന്നിട്ട്, നീ ഇന്നലെ ചോദിച്ച ആ വാക്കി കേൾക്കുന്നതിന്റെ അർത്ഥം എന്നതാണ് എന്ന് അദ്ദേഹം ആ ബൈബിൾ എടുത്ത് തിരിച്ചുകൊണ്ട് പറയാം. ആ ഒരു ചെറിയ വാക്ക് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് സംശയത്തിനിടയിൽ. എന്നിട്ട് പോലും പിറ്റേ ദിവസം വന്നപ്പോൾ അദ്ദേഹം ബൈബിൾ കൊണ്ടുവന്ന് ഞങ്ങളെ വിളിച്ചിരുത്തി, ഇതാണ് ചോദിച്ച വാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും ഞങ്ങൾ അത്ര ജാഗ്രതയായിരുന്നു. അപ്പൊ ആ മനുഷ്യനെ സ്മരിക്കാതെ സാറ് എന്ന് പറഞ്ഞ ഒരു ഉറുദു കവിതയുണ്ട്. അതായത് പുഷ്പിച്ച് നിൽക്കുന്ന ഒരു ചെടി, ഒരു നല്ല പുഷ്പങ്ങൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടി, അതിന്റെ ഇലകൾ കൊണ്ട് ആ പുഷ്പത്തെ എത്ര മറച്ചാലും ആ പുഷ്പം അറിഞ്ഞിരിക്കില്ല. കാരണം ആ പുഷ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അത് ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്, അതിന്റെ സുഗന്ധം മനുഷ്യർക്ക് ഉപകാരപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് എത്ര ഇലകൾക്കുള്ളിൽ അതിന്റെ പുഷ്പങ്ങൾ മറഞ്ഞിരുന്നാലും അതിന്റെ ഗന്ധം കൊണ്ടോ അതിന്റെ സൗന്ദര്യം കൊണ്ടോ നിറം കൊണ്ടോ അത് പുറത്തേക്ക് എപ്പോഴും ഇങ്ങനെ കാണും, എപ്പോഴെങ്കിലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആ സാറ് പറഞ്ഞു തന്ന ഉറുദു കവിതയാണ്. ഞാൻ ഇതിന്റെ ഡയറിയിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പുഷ്പം പോലെയാണ്, എത്ര മറഞ്ഞിരുന്നാലും. അബ്ദുൽ ഖാദർ സാർ ഒരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവം മറഞ്ഞിരിക്കേണ്ടതല്ല, അതിങ്ങനെ വെളിയിലേക്ക് വരേണ്ടതാണ്. അത് കാലാകാലങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് അത് അദ്ദേഹത്തെ അറിയണം, അടുക്കണം. അദ്ദേഹത്തിന്റെ ജീവിതം എളിമയാർന്ന ജീവിതം. എളിമയാർന്ന ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ എളിമ. വല തംഷീഫില്ലി മറഹ എന്ന് ഖുർആൻ പറഞ്ഞില്ല. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കുന്നത്. അദ്ദേഹം നടക്കുമ്പോ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ ശബ്ദം പോലും തൊട്ടടുത്ത് കൂടി നടക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ പോലും കഴിയില്ല. അത്രയും ഒരു ശാന്തനായ, ഞാനൊരു ഭംഗിവാക്കിന് പറയുന്നതല്ല, അങ്ങനെ ഒരു മനുഷ്യനായി കിട്ടിയാൽ നമ്മൾ ദുനിയാവിൽ രക്ഷപ്പെട്ടു, നാളെ ആഖിറത്തിൽ പരലോകത്തിൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് 5 മിനിറ്റാണുള്ളത്, സമയം വൈകിട്ടുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥിയൊക്കെ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിനും കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സാറുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയാനുണ്ടാവും. എന്താണെങ്കിലും ഇത്തരത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും എന്റെ ബഹുമാനപ്പെട്ട ഗുരു സാറിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് അനുസ്മരണം നടത്താൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ജവാദ് സാറും ഞങ്ങളുടെ ഒരു ഗുരുനാഥനാണ്. പിതാവും മക്കളും ഒക്കെ എത്ര ബന്ധമാണ് ഞങ്ങൾ. കാരണം തൊട്ടയലവർ ഇങ്ങനെ വിളിച്ചാൽ, കൈയിട്ട് വിളിച്ചാൽ കേൾക്കുന്നത് ഒരു റോഡിന് അപ്പുറം ഇപ്പുറം. കോളേജ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജവാദിന്റെ വീടും സാറിന്റെ വീടും ഒക്കെ ഞങ്ങൾ ഒരു 50 മിനിറ്റ് കഷ്ടി അത്ര ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഈ സദസ്സിൽ വരാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ അവാർഡ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് വർഷാവർഷം നമ്മുടെ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ ഒരു അവാർഡ് സംവിധാനിച്ചതിന്റെ സംഘാടകർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ മഹൽ വ്യക്തിത്വങ്ങൾക്കും മാതാപിതാക്കൾക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എൻഡോമെന്റ് സ്കീം, ഒരു അവാർഡ് സ്കീമിനെ കുറിച്ച് ആലോചിച്ച പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക് നന്ദി പറയുകയാണ്. വന്നപ്പോൾ അത് കൂടി ആലോചിച്ച ഒരു എൻഡോമെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയ ആ എൻഡോമെന്റ് കമ്മിറ്റി ടീമിനും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ അവാർഡ് വിന്നറായ, അതിലേക്ക് സെലക്ട് ചെയ്ത, അതിലേക്ക് അവാർഡ് സെക്ഷനിലേക്ക് പ്രിലിമിനറി റൗണ്ടിൽ ഉണ്ടായിരുന്ന 12 പേരും അവരൊക്കെ അവാർഡീസാണ്, അവാർഡ് വിന്നേഴ്സ് ആണ്. കാരണം അവർ കഴിവുള്ളവരാണെന്നുകൊണ്ടാണ് അവർ ഇതിലേക്ക് വന്നത്. ആ 12 പേരും അതിൽ വിന്നറായ സാലിഹിനും നന്ദി പറയാണ്, അനുമോദിക്കുകയാണ്, അഭിനന്ദനങ്ങൾ. പ്രൊഫസർ അബ്ദുൽ സാറ് എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, HOD ആയിരുന്നു. 1978-83 ബാച്ചിലാണ് പഠിച്ചത്. കബീർ ഹുസൈൻ എൻ്റെ ബാച്ച്മേറ്റ് ആണ്. ചേരി സാറിന്, ഇബ്രാഹിം മൗലവിക്ക്, ശിവരാം സാറിന്, എന്നെ ഞാനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അഹമ്മദ് സാറിന്, എന്റെ അധ്യാപകനായ അമീർ സാറിന്, MA-യുടെ എല്ലാമായി, ഹോസ്റ്റലിന്റെ എല്ലാമായ മുഹമ്മദ് സാറിന്, നമ്മുടെ ഇവിടുത്തെ ഏരിയ കൗൺസിലറായ രാധിക മാഡത്തിന്,
സിക്കന്ദർ, പേര് പലരും വിട്ടുപോകും, ബക്കർ സാഹിബ്, നാസർ, പലരും ഉണ്ട്, നമ്മൾ അറിയുന്ന കുറെ പേരുണ്ട്, എല്ലാ പേരും പറയുന്നില്ല. എല്ലാവർക്കും, സദസ്സിലെ എല്ലാവർക്കും, എൻ്റെ കുട്ടികൾക്കും നമസ്കാരം. അബ്ദുൽ സാഹിബ് സാർ ഖുറാനിൽ ഒരു 10-12 സൂറത്തിന്റെ ഒരു ഖണ്ഡമുണ്ട്. 10-12 വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്തമ മനുഷ്യന്റെ, ഉത്തമ ദൈവദാസന്റെ, അത് ആദ്യം പറയുന്ന അതാണ്, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് യംശൂൻ അലൽ ഹബ്ലി ഹംലൻ, വളരെ വിനയത്തോടു കൂടി ഭൂമിയിൽ നടന്ന മനുഷ്യൻ നടക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ വിനയത്തോടു കൂടി, എന്നാൽ തൻ്റെ അടുത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തലയുയർത്തി പിടിച്ച് തന്നെ വിനയത്തോടെ നടന്ന ഒരു ചെറിയ വലിയ മനുഷ്യനായിരുന്നു അബ്ദുൽ സാഹിബ്. ഞാൻ സാഹിബ് എന്ന് പറയാൻ കാരണം, അന്ന് തൊട്ട് ഞങ്ങളോട് പഠിക്കുന്ന സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ PhD ചെയ്യായിരുന്നു. ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ വന്നിരുന്നു. പിന്നെ അവസാന സെമസ്റ്ററിൽ നമ്മളെ വൈവാശ പഠിക്കുന്ന സമയത്തും സാറുണ്ട്. അന്ന് പുരുഷ സാറായിട്ട് സാറ് ഇവിടെ നിന്ന് വേറൊന്നൊരു ഡെപ്യൂഷൻ പോയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എടുത്തിട്ട് ക്ലാസ് എടുത്തിരുന്നു. പ്രൊഫസറാണ്, ക്ലാസ്സാണ്, ലെക്ചറാണ്. എന്നാലും സാഹിബ് എന്ന് പറയാൻ കാരണം, അദ്ദേഹത്തിന്റെ എല്ലാ ശിഷ്യന്മാരും വളരണം എന്ന് ആഗ്രഹിച്ച, ഭൗതിക വിദ്യാഭ്യാസത്തിലാണെങ്കിൽ അത് മാക്സിമം എക്സൽ ചെയ്യണം വിചാരിച്ച, ആത്മീയ തലത്തിൽ അതും എക്സൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച, അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോൻ മൂത്ത ജവാനേട്ടൻ സെയ്ദ് മുഹമ്മദ് സജീവ് എൻ്റെ ഒരു വർഷം സീനിയർ ആയിരുന്നു. അന്നത്തെ ടോപ്പറായിരുന്ന ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ തന്നെ ആയിരുന്നു, ടോപ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിനെ ഓർത്ത്, അദ്ദേഹത്തിന്റെ ആ സ്വഭാവവിശേഷങ്ങൾ അദ്ദേഹത്തെ അബ്ദുൽ സാഹിബിനെ കൂടെ ഓർത്തുകൊണ്ടാണ് എൻ്റെ മകനെ ഞാൻ മുഹമ്മദ് സജീദിനെ പേരിട്ടത്. അബ്ദുൽ സാഹിബിന്റെ പ്രൊഫഷണൽ സൈഡ് പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു കർക്കശക്കാരനായിരുന്നില്ല. വളരെ പറഞ്ഞില്ല, വിനായകനായിരുന്നു. പക്ഷേ പിൻ ഡ്രോപ്പ് സൈലന്റ് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ, കാരണം കുട്ടികൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും എല്ലാം. ഒരിക്കലും അദ്ദേഹം കോപിക്കുന്നതായിട്ടോ കർക്കശമായി വാക്ക് പറയും ക്ലാസ് പറയുന്ന സംഭവമേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഒരു നഷ്ടം, ഞങ്ങൾ പക്ഷേ നഷ്ടം പറ്റിയത് അവസാനം വൈവാഹോസി സമയത്ത് അദ്ദേഹം ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ആരോടും അദ്ദേഹം പാർഷ്യലായിരുന്നില്ല, ഒരിക്കലും ഇമ്പാർഷ്യലായിരുന്നില്ല. ആരെങ്കിലും എക്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാ ഇൻപുട്ടും കൊടുക്കും. അതുപോലെ തന്നെ ആയിരുന്നു ആത്മീയ തലത്തിലും. പള്ളി എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. വീക്കെൻഡിൽ അല്ലെങ്കിൽ ജുമാക്ക് വീക്കെൻഡിലൊക്കെ വരുന്ന സമയത്ത് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവും. സാറ് വരും. സാറ് നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ വിനായകനായി, വളരെ സിമ്പിൾ ആയിരുന്നു. അദ്ദേഹം വരും, ഇരിക്കും, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം അത്രയും വിനായകനായിരുന്നു. അനാവശ്യമായ ഒരു വാക്കുപോലും പറയില്ല. ആവശ്യത്തിന് പറയുകയും ചെയ്യും, ആവശ്യത്തിന് പറയും. അപ്പൊ പറയുന്നത് ആവശ്യത്തിനായിരിക്കും. പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഒരിക്കൽ ഞങ്ങൾക്ക് പല ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത്, ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം PhD ചെയ്യുന്ന സമയത്തായിരിക്കാം, ചെന്നൈയിലെ എവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, 1-2 മിനിറ്റ് എടുത്ത് ഞാൻ നിർത്തുകയാണ് ഇതും കൂടെ പറഞ്ഞുകൊണ്ട്. അദ്ദേഹം എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു പറയുന്നത്, കോളേജിൽ പഠിക്കുന്ന PhD ചെയ്യുന്ന സമയത്ത് സുഹൃത്ത് പറയുന്നത്, അവർക്ക് താങ്കളുടെ മതം നല്ലൊരു മതമാണ്, വളരെ പ്രിൻസിപ്പിളുള്ള മതമാണ്, പക്ഷെ നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നിറയെ നിർത്തിയത്ര. ശരിയാ, അദ്ദേഹം ഞങ്ങൾ പറയാൻ കാരണം അതാണ്. നമ്മുടെ പലതരം സാഹചര്യം ഉണ്ടായിരിക്കാം, അതിന് സാമ്പത്തികമായിട്ടുള്ള വിശുദ്ധൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും വളരെ വാസ്തവമായിരുന്നു, നമ്മൾ ഇത്രയും നല്ലൊരു ആദർശം പേരുന്ന മതം, നമ്മൾ ആദർശത്തിന്റെ വക്താക്കളായിക്കൊണ്ട് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അതാ ഒരു സ്ഥിതിയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞ് എനിക്ക് വല്ലാത്ത അറിയണ്ട. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അത് അണ്ടർലൈൻ ചെയ്ത് ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിവതും എന്നെ കൊണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റേഷനിൽ വെച്ചിട്ട് അതിനോട് ശ്രമിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുമുണ്ട്. ഉള്ള പടച്ചവൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഇവിടെയുള്ള ഡിഗ്നിറ്ററീസിനും എൻ്റെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സമയമില്ല, അതുകൊണ്ടാണ് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, കുറേ വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു. നിർത്തുന്നു. എല്ലാവരും